ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് മോക്ക് ടെസ്റ്റിൽ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കെമിസ്ട്രി ബയോളജിയാണ് കേട്ടോ. SCRT എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജൈവദീപ്തി എന്ന രാസപ്രവർത്തനത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ജൈവദീപ്തി എന്ന രാസപ്രവർത്തനത്തിൽ നടക്കുന്ന പ്രധാന ഊർജ്ജമാറ്റം ഏതാണ്? ഓപ്ഷൻ ബി പ്രകാശം പുറത്തുവിടുന്നു എന്നുള്ളതാണ് കേട്ടോ. ജൈവദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള രാസപ്രവർത്തനം നടക്കുന്ന പ്രധാന ഊർജ്ജമാറ്റം എന്നുള്ളത് നമുക്കതിൻ്റെ SCRT ഭാഗം കൂടെ ഒന്ന് നോക്കാവേ. എങ്ങനെയാണ് മിന്നാമിനുങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്? മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫെറസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസം ജൈവദീപ്തി എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനുങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ പ്രകാശോർജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ജൈവദീപ്തിയിൽ എന്താണ് നടക്കുന്നത്? പ്രകാശോർജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഏത് എൻസൈമിൻ്റെ സഹായത്തോടെയാണ് ലൂസിഫറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നത്? അത് ലൂസിഫറസ് എന്ന എൻസൈമാണ് അല്ലേ. ലൂസിഫറസ് എന്ന എൻസൈം. എന്നിട്ട് ലൂസിഫറിൻ എന്ന രാസവസ്തുവിൻ്റെ സഹായത്തോടെയാണ് അല്ലേ. ഇതൊക്കെ ഓർമ്മയുണ്ടാവണം. ഇത് എന്തുമായിട്ട്? മിന്നാമിനുങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ലൂസിഫറസ്, ലൂസിഫറിൻ, ജൈവദീപ്തി എന്നിവ കേട്ടോ. ഈ പ്രവർത്തനത്തിൽ എന്ത് ഊർജ്ജമാണ്, എന്ത് രാസപ്രവർത്തനമാണ് നടക്കുന്നത്? പ്രധാന ഊർജ്ജമാറ്റം പ്രകാശോർജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് കണ്ടെത്തിയത്. നമുക്ക് അതിൻ്റെ SCRT ഭാഗത്തിലേക്ക് പോവാം. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. അപ്പോൾ ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക, സർ ഹംഫ്രി ഡേവിനെയും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ. 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ട് അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. കാർബണിൻ്റെ ഒരാറ്റം ഹൈഡ്രജൻ്റെ 4 ആറ്റങ്ങൾ ചേർന്നു രൂപപ്പെടുന്ന തന്മാത്ര ഏത്? കാർബണിൻ്റെ ഒരാറ്റം ഹൈഡ്രജൻ്റെ 4 ആറ്റങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന തന്മാത്ര ഏതാണ്? അമോണിയ, ഹൈഡ്രജൻ, മീഥെയ്ൻ, ക്ലോറിൻ. ഏതാണ്? ഓപ്ഷൻ സി മീഥെയ്ൻ ആണ് കേട്ടോ. ഒരു കാർബൺ പിന്നെ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ, CH4, മീഥെയ്ൻ ആണ് കേട്ടോ ഇവിടെ രൂപപ്പെടുന്നത് തന്മാത്ര എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, അമോണിയയിലെ ആറ്റങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ്റെ ഒരാറ്റം, ഹൈഡ്രജൻ്റെ 3 ആറ്റം. നമുക്കറിയില്ലേ, NH3, ഒരു നൈട്രജനും 3 ഹൈഡ്രജനും. അടുത്തത് ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ, O2, ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ. ക്ലോറിൻ്റെ 2 ആറ്റങ്ങൾ, Cl2. അടുത്തത് മീഥെയ്ൻ, കാർബണിൻ്റെ ഒരാറ്റവുമുണ്ട്, ഹൈഡ്രജൻ്റെ 4 ആറ്റങ്ങളും, CH4, മീഥെയ്ൻ. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ, H2. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ വരും? കാർബണിൻ്റെ ഒരാറ്റവും ഓക്സിജൻ്റെ 2 ആറ്റങ്ങളോട് ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള തന്മാത്ര ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേട്ടോ. മീഥെയ്ന് CH4 ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കാൻ പോകുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി അരിസ്റ്റോട്ടിലാണ് കേട്ടോ. ജീവികളെ ചുവന്ന രക്തം ഉള്ളവ അല്ലാത്തങ്ങനെ വേർതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. തിയോഫ്രാറ്റസ് എന്താണ് ചെയ്തിരിക്കുന്നത്? സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ആര്? തിയോഫ്രാറ്റസ്. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോൺ റേ ആണ്.
19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹെയ്ക്കൽ ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ എന്നീ 3 കിങ്ഡങ്ങളാക്കിയിട്ട് തരംതിരിച്ചു. അപ്പോൾ ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ എന്നിങ്ങനെയുള്ള 3 കിങ്ഡങ്ങളാക്കിയിട്ട് തരംതിരിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കലാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൾ ലിനേയസ് ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത്. വർഗീകരണ തലങ്ങൾ കൃത്യതപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയതിനാൽ അദ്ദേഹത്തെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ആരാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്? കാൾ ലിനേയസ് ആണ്. അപ്പോൾ ആരാണ് ജീവികളെ ചുവന്ന രക്തം അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത്? ആരാണ്? അരിസ്റ്റോട്ടിൽ. സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാറ്റസ് ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ്? ജോൺ റേ ആണ്. ജീവികളെ അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ എന്നിങ്ങനെയുള്ള 3 കിങ്ഡങ്ങളാക്കിയിട്ട് തരംതിരിച്ചാരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. അതുപോലെ തന്നെ നമ്മളുടെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? കാൾ ലിനേയസിനെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഓസ്മോസിസ് ആണ് കേട്ടോ. ഓസ്മോസിസ്. അപ്പോൾ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? പ്ലാസ്മ സരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് എന്ത് എന്ന് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്ലാസ്മ തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഒരു ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാൽ എന്താണ്? ഈ പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഏതാണ്? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ആവശ്യമില്ലാത്തത് ഏതായിരുന്നു? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഒരു അർദ്ധതാര്യ സ്തരത്തിലൂടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ എന്തായിരുന്നു? അത് ഓസ്മോസിസ് ആണ്. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏത്? പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ്? ഓപ്ഷൻ ഡി സിമെന്റം ആണ് കേട്ടോ. പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിമെന്റം ആണ്. ഇവിടെ നോക്കൂ, പല്ലിൻ്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇനാമൽ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിൻ്റെ പുറം കവചമാണ്. നിർജീവമായിട്ടുള്ള ഭാഗമാണ്. ഈ ഇനാമൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എക്സാമിന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പല്ലിലെ നിർജീവമായിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ഇനാമലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻഡൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻഡൈൻ ആണ്. ഡെൻഡൈൻ. പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗവും പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നതുമായ ഭാഗം ഏതാണ്? അത് പൾപ്പ് ക്യാവിറ്റിയാണ്. പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പ് എന്ന മൃദുവായിട്ടുള്ള യോജക കല കാണപ്പെടുന്നത് എവിടെയാണ്? പൾപ്പ് ക്യാവിറ്റിയിലാണ്. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവയും എവിടെ കാണപ്പെടുന്നു? പൾപ്പ് ക്യാവിറ്റിയിലാണ് കാണപ്പെടുന്നത്. ഇവിടെ കണ്ടോ, ഇതാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. രക്തക്കുഴലുകളും നാഡികളും ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളും ഒക്കെ കാണപ്പെടുന്ന പൾപ്പ് ക്യാവിറ്റി ഏതാണ്? ഈ ഇത്രയും ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അടുത്തതാണ് സിമെന്റം. ഈ കാണുന്ന ഇത്രയും പോർഷനാണ് സിമെന്റം എന്ന് പറയുന്നത്. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് എന്ത് എന്ന് പറയുന്നത്? സിമെന്റം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നമുക്ക് നോക്കാം. ഇനാമൽ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിൻ്റെ പുറം കവചമാണ്. നിർജീവമാണ്. ഡെൻഡൈൻ എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. പല്ലിലെ ഏറ്റവും ആന്തരഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റിയാണ്. അവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? പൾപ്പ് എന്ന മൃദുവായിട്ടുള്ള യോജക കലയാണ് കാണപ്പെടുന്നത്. കൂടാതെ രക്തക്കുഴലുകളും നാഡികളും ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പൾപ്പ് ക്യാവിറ്റിയിലാണ്. അതുപോലെ തന്നെ സിമെന്റം എന്താണ്? നമ്മുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കല ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിമെന്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ എ വില്ലസുകളാണ് കേട്ടോ. വിരലുകൾ പോലെ കാണപ്പെടുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതെന്ത് ചെയ്യുന്നുണ്ട്? ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു.
ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏത്? ഓപ്ഷൻ എ പെരികാർഡിയം ആണ് കേട്ടോ. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. താഴെ കാണുന്നവയിൽ നിന്ന് കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തുക. കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടിയേസ്, ലിപ്പേസ്, അമിലേസ്, കാർബോഹൈഡ്രേറ്റ്സ്. ഏതാണ്? ലിപ്പേസ് ആണ് കേട്ടോ. ലിപ്പേസ് ആണ് കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. SCRT കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അതേപോലെ എടുത്തതേ ഉള്ളൂ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ്? പ്ലൂറയാണ്. പെരികാർഡിയം എന്തായിരുന്നു? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് അല്ലേ. ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പ്ലൂറ.